ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 26 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹോട്ട് ഓയിൽ മസാജാണ്. അതായത് വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. ഓക്കെ, വെളിച്ചെണ്ണ എടുക്കുക. ഞാൻ ജിഞ്ചർ ഓയിൽ കാണിച്ചിരുന്നല്ലോ, അതേപോലെ തന്നെ ജിഞ്ചറുടെ പകരം വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി സിമ്മിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഒരു ഗുണങ്ങൾ എണ്ണയിൽ ഇറങ്ങുന്ന വരെ അത് കുക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ്. പിന്നെ തണുത്തത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഡേ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അത് ഹോട്ട് ഓയിൽ മസാജ് പോലെ തന്നെ മുടിയുടെ ജടകളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഒക്കെ എടുത്തിട്ട് ചിക്ക് എല്ലാം മുടിയിൽ നിന്നെല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം നിങ്ങൾക്ക് സർക്കുലർ മോഷനിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈറ്റ് ഫ്രിക്ഷൻ മാത്രം മതിയാവും. ഓക്കെ, സർക്കുലർ മോഷനിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഈ ഫിംഗർ ടിപ്സ് മാത്രം സ്കാൽപ്പിൽ ടച്ച് ആവണം, അത്ര മാത്രം. ജസ്റ്റ് ഇങ്ങനെ റിലാക്സിങ് പോലെ ഒരു മസാജ് കൊടുക്കേണ്ടതാണ്. കൊടുത്തിട്ട് ജസ്റ്റ് ബ്രെയ്ഡായിട്ടോ ഇല്ലെങ്കിൽ ബണ്ണായിട്ടോ കെട്ടി വെക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് മഴയുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 2-3 ദിവസമായിട്ട് ഞാൻ എൻ്റെ മുടിയിൽ ജസ്റ്റ് ഈ ഹെയർ സ്പ്രേ പോലെ എല്ലാം ഞാൻ മുടിയിൽ മാത്രം സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രം എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ലിവിങ് സ്പ്രേ ആയിട്ടാണ് ഞാൻ വിടുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് സ്കാൽപ്പ് മാത്രം കവർ ആവുന്ന പോലെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വിടുന്നുണ്ട്. പിന്നെ നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഡെയിലി ഞാൻ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ മഴക്കാലമാണെങ്കിൽ ഈ ഹെയർ സ്പ്രേസൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കേണ്ടതാണ്. പിന്നെ 26th, അതായത് മഴ ഇല്ലാത്ത ദിവസമാണ് ഈ 26th ഞാൻ പറഞ്ഞ ഒരു ഹെയർ കെയർ ഒരു റെമഡി നിങ്ങൾ ചെയ്യേണ്ടതാണ് മഴ ഇല്ലാത്ത ദിവസം. പിന്നെ മഴ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാടൊന്നും എണ്ണ തേക്കാണ്ടേ ഇരിക്കുക. പിന്നെ ഷാംപൂ ഇടാണ്ടേ ഇരിക്കുക. അതായത് മുടി കഴുകിക്കളയാം, പക്ഷെ സദാ ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 2 തവണ നന്നായി മുടി കഴുകിയിട്ട് നന്നായി ഉണക്കി വെക്കേണ്ടതാണ്. പിന്നെ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരുപാട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഈ മഴക്കാലം ആകുമ്പോൾ ഒരുപാട് മുടി കൊഴിയുന്നുണ്ട്. ഓക്കെ, ഹെയർ ഫോൾ അധികമാവുന്നുണ്ട്. അതായത് സൺലൈറ്റ് ഇല്ലാത്തപ്പോൾ ഒരു ഈർപ്പം മോയ്സ്ചർ ഞങ്ങളുടെ ക്ലൈമറ്റിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആഴ്ചയിൽ ഒരു 2 തവണ ഹെയർ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് വിട്ടേക്കുക. നന്നായി ഉണക്കി വെക്കേണ്ടതാണ്. പിന്നെ ഇലക്കറികളെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. ഞാൻ പറഞ്ഞതുപോലെ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് നന്നായിരിക്കുക ഈ മഴക്കാലത്ത്. അപ്പോൾ ഇൻഫെക്ഷൻസും കുറയും, ഞങ്ങൾക്ക് നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ പറയാനുള്ളത് സലാഡ് കഴിക്കാം. സലാഡിൽ നിങ്ങൾ ലെമൺ ജ്യൂസ് ഒന്നും ആഡ് ചെയ്യാണ്ടിരിക്കുക. അത് ഞങ്ങളുടെ ഡൈജഷന് പ്രോബ്ലം ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ തൈര് ഒരുപാട് കുറച്ചിട്ട് ഉപയോഗിക്കുക. തൈരിൻ്റെ ഹെയർ പാക്ക്
നിങ്ങൾ വിട്ടേക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലിക്വിഡ് ഐറ്റംസ്, അതായത് വാട്ടർ സ്പ്രേ പോലത്തേതെല്ലാം ഉപയോഗിക്കുക. അതായത് ക്ലോസിൻ്റെ ഒരു ഹെയർ സ്പ്രേ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മല്ലി ഇലയുടെ ഒരു ഹെയർ സ്പ്രേ, പിന്നെ ഞങ്ങൾ ബിരിയാണി ഇല എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഒരു ഇല ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ സ്പ്രേ. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ പറയാനുള്ളത്, കരിവേപ്പിലയുടെ വെള്ളവും ഉപയോഗിക്കുക. അത് കുടിക്കാൻ മാത്രം തിളപ്പിച്ച് ആറിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ. പിന്നെ ഒരുപാടൊന്നും തിക്കായിട്ടുള്ള ഒരു ഹെയർ പാക്കൊന്നും ഇടാൻ പാടുള്ളതല്ല. ഓക്കെ. എത്ര ദിവസം മഴ ഉണ്ടോ അങ്ങനെ മഴ ഉള്ള ദിവസങ്ങളിൽ മാത്രം ഇങ്ങനത്തെ ഒരു ഹെയർ സ്പ്രേ നിങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ മഴ ഇല്ലാത്ത ദിവസം ആണ് ഞാൻ പറഞ്ഞ ഒരു ഹെയർ കെയർ മെത്തേഡ്സൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ നോർമലായിട്ട് ജട എല്ലാം കളഞ്ഞിട്ട് മുടിയുടെ നന്നായി സ്കാൽപ്പ് മസാജ് ചെയ്തിട്ട് വെള്ളമൊക്കെ നന്നായി കുടിക്കാൻ നോക്കുക. പിന്നെ വെജിറ്റബിൾ പിന്നെ ഫ്രൂട്ട്സൊക്കെ നന്നായി കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് മഴക്കാലത്ത് ഏതൊക്കെ ഹെയർ പാക്കാണ് ഉപയോഗിക്കേണ്ടതെന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. ഹെയർ കെയർ ഡേ 22 ദിവസം. പിന്നെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ നിങ്ങൾ ആദ്യമായി ഈ ചാനലൊന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.